ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥന എന്ന വിഷയമാണ്. വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നാം അതിൻ്റെ കുറിവാക്യം നാം വായിക്കുന്ന വേദഭാഗം പ്രാരംഭമായിട്ട് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നാം ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, എല്ലാം ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അപേക്ഷകളെല്ലാം ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുമെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിലെ ചില ദൈവദാസന്മാരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിപ്പാനിടയായിരുന്നു. ഇന്ന് പുതിയ നിയമത്തിലെ ചില ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നടന്ന ഒരു സംഭവം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ഗന്നേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് വന്നു. തിബരിയോസ്, ഗലീല എന്നൊക്കെ അറിയപ്പെടുന്ന ഓരോ തടാകം തന്നെയാണ്, കടലെന്നും വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ തീരത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ ധാരാളം പുരുഷാരം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ അവരോട് പ്രസംഗിക്കാൻ കർത്താവിന് താല്പര്യം തോന്നി. ആ സമയത്ത് നേരം വെളുത്തു. സാധാരണ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ പോകുന്ന രാത്രിയിലാണ്. നേരം വെളുക്കുമ്പോൾ അവർ പടകെല്ലാം കഴുകി, വലയെല്ലാം കഴുകി, വലയിൽ എന്തെങ്കിലും തുന്നൽ വേണമെങ്കിൽ ആ തുന്നലെല്ലാം ചെയ്ത് ഉണക്കാനിട്ടതിന് ശേഷം പകൽക്കാലം വിശ്രമിച്ചിട്ട് വീണ്ടും രാത്രിയിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ രാവിലെ പത്രോസ് കൂട്ടരും അതുപോലെ യോഹന്നാൻ, യാക്കോബും കൂട്ടരൊക്കെ മീൻപിടുത്തം കഴിഞ്ഞ് വലകൾ കഴുകുന്നു, പടക് കഴുകുന്നു, വല നന്നാക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിൻ്റെ പടകിൽ കയറി. പത്രോസ് പടക് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീ കഴുകിക്കോ. അതിനെ അമരത്തിരുന്നു കൊണ്ട് കരയിലുള്ള ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ച് അമരത്ത് പോയിരുന്നു. ഇങ്ങനെ കർത്താവ് അവരോട് സംസാരിച്ചു തീർന്നപ്പോൾ ആ സമയത്ത് ശിമോൻ പടക് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശിമോനോട് പറയുകയാണ്, 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചു തീർന്നപ്പോൾ ശിമോനോട് പറയുന്നു, നീ ആഴത്തിലേക്ക് നീക്കി വീണ്ടും മീൻ പിടിക്കാൻ വലയിറക്കുക. തലമുറയായി മീൻപിടുത്ത തൊഴിലാക്കിയിരിക്കുന്ന കുടുംബത്തിലെ ആളാണ് ശിമോൻ. അദ്ദേഹം ആ കടലിനെക്കുറിച്ച് നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ആ കടലിനൊരു പ്രത്യേകതയുണ്ട്. ശുദ്ധജല തടാകമെന്നാണ് അതറിയപ്പെടുന്നത്. വലിയ മലയുടെ മുകളിൽ നിന്ന് മഞ്ഞുകാലത്തും മഴക്കാലത്തും വെള്ളം വലിയ ഉയരത്തിൽ നിന്ന് ഒഴുകി തടാകത്തിൽ വന്ന് ഈ തടാകത്തിന് വളരെ താഴ്ചയുള്ള ഡെഡ് സീയിലേക്ക് യോർദാൻ നദിയിലൂടെ ഒഴുകി ഈ വെള്ളം പോവുകയാണ്. വലിയ ഉയരത്തിൽ നിന്ന് വലിയ ആഴത്തിൽ, സമുദ്രത്തിനേക്കാൾ വലിയ ആഴത്തിലുള്ള ഡെഡ് സീയിലേക്ക് ഒഴുകുന്ന ഈ തടാകത്തിലുള്ള നദി ശക്തമായി ഒഴുകുന്നത് കൊണ്ട് ഇത് ശുദ്ധജല തടാകമാണ്. അതുകൊണ്ട് പകൽക്കാലങ്ങളിൽ മീൻ പിടിക്കാൻ കഴിയുകയില്ല. കാരണം പകൽ മീൻ പിടിക്കാൻ ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ നിഴൽ
സൂര്യപ്രകാശം കൊണ്ട് ആ കടലിലേക്ക് തട്ടുമ്പോൾ മീൻ ആഴത്തിലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് പകൽ മീൻ പിടിക്കുകയില്ല. അർദ്ധരാത്രിയിൽ മാത്രമേ മീൻ പിടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ശിമോൻ പറയുന്നത്, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് ശിമോൻ വലയിറക്കി. നോക്കുക, ഒന്നും കിട്ടിയില്ല, സങ്കടം പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. പക്ഷേ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് വലയിറക്കിയപ്പോൾ അടുത്ത വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 6-ാമത്തെ വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്ത ആ കടലാണ്. പക്ഷേ കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ വലയിറക്കാമെന്ന് വലയിറക്കിയപ്പോൾ വലകൾ എന്നാണ്, ഒന്നിലധികം വലകളുണ്ട്, മറ്റേ ഭാഷകളിൽ മൂലഭാഷയിൽ വലകൾ എന്നാണ്. അപ്പോൾ ആ വലകൾ ഇറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടമുണ്ടായി. വലകൾ വലിച്ചു, ആ മീൻ വാരി പത്രോസും കൂട്ടുകാരും കൂടെ ഈ പടകിലേക്കിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, ഈ പടകിൽ കൊള്ളുവാനുള്ളതിൽ കൂടുതൽ മീന് ഈ വലയിലുണ്ട്. അതിന് തൻ്റെ കൂട്ടുകാരായിരിക്കുന്ന സഹോദരന്മാർ യോഹന്നാൻ, യാക്കോബ്, അവർ പടക് കഴുകി വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൈകൊട്ടി മാടി വിളിച്ചു. അവർക്ക് തോന്നി എന്തോ സംഭവിച്ചു, പടക് വളരെ താന്നിരിക്കുന്നു. അവരും വേഗത്തിൽ വന്നു. ആ ഭാഗം നമ്മൾ പഠിച്ചാൽ പത്രോസിൻ്റെ പടകിൻ്റെ അരികിൽ യോഹന്നാനെ യാക്കോബിൻ്റെ പടക് കെട്ടിയിട്ടു. പത്രോസിൻ്റെ പടകിൽ നിന്ന് യോഹന്നാനും യാക്കോബും കൂട്ടുകാരും കൂടെ വാരി അവരുടെ പടകിലേക്ക് ഈ മീനിട്ടു. പത്രോസും കൂട്ടുകാരും കൂടെ ആ വലയിലെ മീന് പത്രോസിൻ്റെ പടകിലേക്ക് ഇട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. വലയിലെ മീൻ തീർന്നെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും, അവർക്ക് വഹിക്കുവാൻ കഴിയുന്ന അത്രയും നിറച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദൈവം ആരാ? ഒന്നും കിട്ടിയില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതേ കടലിൽ നിന്ന് തന്നെ, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതേ പടകിലൂടെ, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതേ വലയിലൂടെ, അതേ വ്യക്തികളിലൂടെ, ഇന്നലെ വരെ ആർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള നന്മകൾ കൊടുത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. ഞാൻ ചോദിക്കുന്നൊരു കൊച്ചു മറുപടിയല്ല, നിനയ്ക്കുന്നൊരു കൊച്ചു മറുപടിയല്ല, അതിനേക്കാൾ അത്യന്തപരമായ മറുപടി തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. രണ്ടു പടകും മുങ്ങുമാറാകുവോളം പ്രതീക്ഷിക്കാത്ത നിലയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സ്നേഹിത, സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ ചിന്തിക്കുന്നതിനപ്പുറം, നീ നിனைക്കുന്നതിനപ്പുറം അതിനേക്കാൾ അത്യന്തപരമായി പ്രവർത്തിക്കാൻ കഴിയും. അതാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അതേ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്, മറുപടി ഉണ്ട്. ഉത്കണ്ഠ ഉണ്ടാകണ്ട. നിൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ അപേക്ഷയായിട്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയിക്കുക. അത് മാത്രം ചെയ്താൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം നടന്ന സംഭവമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം, തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിച്ച് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലതു ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായി കർത്താവ് ചെയ്ത ഒരു സംഭവം ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ പത്രോസിന് നേരിട്ട് ദൈവം കർത്താവ് പ്രത്യക്ഷനായി. താൻ മരിച്ചടക്കപ്പെട്ടു, അതിനുശേഷം താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ അവർക്ക് പ്രത്യക്ഷമായതാണ്. ഒരാൾ യേശുവിൻ്റെ ശരീരത്തിലുള്ള മുറിവ് കണ്ടെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് തോമസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ
വീണ്ടും വന്ന മുറിവ് കാണിച്ചു, അവരെ ഉറപ്പിച്ചതാണ്. അങ്ങനെ വീണ്ടും കർത്താവ് അവർക്ക് പ്രത്യക്ഷമാകുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെയാണ്, പത്രോസ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ 5-6 പേര്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറ്റേ ശിഷ്യന്മാരിൽ 5-6 പേര് ഒന്നിച്ചു നിൽക്കുമ്പോൾ പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും വരുന്നു. അവിടെ നമ്മൾ പഠിച്ചാൽ ബിസിനസ്സിന് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്ന കാര്യമല്ല അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കാലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് ആളുകൾ അപ്പത്തിൻ്റെ കൂടെ റൊട്ടിയുടെ കൂടെ കഴിക്കുന്നത് ചെറിയ മീൻ ചുട്ട് കഴിക്കും. ചെറിയ വലയെടുത്തുകൊണ്ട് ആളുകൾ നമ്മുടെ നാട്ടിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വീശുവല എന്ന് പറയും. അത് ഒരു 6 മീറ്ററോ 5 മീറ്ററോ ഡയമീറ്റർ ഉള്ളതായ വല കയ്യിൽ ഇങ്ങനെ കോർത്ത് അതിങ്ങനെ വീശുമ്പോൾ വട്ടത്തിൽ ഇത് വീഴുകയും, അത് ചെറിയ മീൻ മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ, അത് പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഈ വല വന്ന് വീഴുമ്പോൾ വലിയ മീൻ ഉള്ളിട്ട് താഴെ പോകുന്നത് കിട്ടുകയില്ല. ചെറിയ മീൻ പരപ്പിൽ നിൽക്കുന്നത് മാത്രമേ വലയിൽ കൂടുന്നു. അങ്ങനെയുള്ള മീനാണ് ഇവർ രാവിലെ ഭക്ഷണത്തിന് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് ആ കാലഘട്ടത്തിൽ കഴിക്കുന്നത്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിനുള്ള മീൻ പിടിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അപ്പോൾ കൂടെ നിന്ന് ഒരു ഞങ്ങളും വരികയാണെന്ന് പറഞ്ഞു. അവർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മീൻ പിടിക്കാൻ വീശുന്ന വലയുമായിട്ടാണ് പോയത്. അങ്ങനെ രാത്രിയിൽ അവരെ വീശിക്കൊണ്ടിരുന്നു, പക്ഷേ ഒരു മീനും കിട്ടുന്നില്ല. ആ സമയത്ത് കർത്താവ് അവരുടെ അടുക്കൽ വന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവരങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ 21-ാം വാക്യം, യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾ കിട്ടുമെന്ന് യേശു അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പ് ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. അടുത്തത്, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞ വലയിഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അനേക അടയാളങ്ങൾ അത്ഭുതങ്ങളിലൂടെ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതം അടയാളമായിട്ട് ചെയ്തത് നമുക്കെല്ലാം അറിയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ് ആദ്യത്തെ അടയാളത്തോടുകൂടി അത്ഭുതമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനം ചെയ്ത ഒരു അത്ഭുതമാണ് ഇവിടെ നമുക്ക് വായിപ്പാനിടയായി തീർന്നത്. തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു അത്ഭുതമാണ്. മീൻ പിടിച്ചു കൊടുത്തതല്ല അത്ഭുതം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും ആദ്യം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യനെ കുടിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതം തിന്നുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ചു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നോക്കുക, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ നിനക്ക് തിന്നാനുള്ളതും നിനക്ക് കുടിക്കാനുള്ളതും നിനക്ക് ഉടുക്കാനുള്ളതും നിനക്ക് ആവശ്യമുള്ളതും മുഴുവൻ ദൈവം കരുതി വച്ചിരിക്കുന്നു. ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല ദൈവം കരുതുന്നത്. സ്നേഹിത, നീ തിന്നുന്ന കാര്യം, നീ കുടിക്കുന്ന കാര്യം, നീ ഉടുക്കുന്ന കാര്യം, ഇതെല്ലാം ദൈവം കരുതി വച്ചിരിക്കുകയാണ്. തിന്നുന്നതിനെക്കുറിച്ചും കുടിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല. പകൽ തീറ്റി തിന്ന് രാത്രിയിൽ മരത്തിൻ്റെ ചില്ലികളിൽ വന്നിരിക്കുന്ന പറവകളെ നാം കാണാറുണ്ട്. നാളെ എവിടെ ആഹാരം എവിടെയെങ്കിലും കരുതി വച്ചിട്ടുണ്ടോ?
എവിടെയെങ്കിലും വിതച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊയ്ത് വെച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കളപ്പരയിൽ കൂട്ടി വെച്ചിട്ടുണ്ടോ? ഒരു ഉത്തരം പറയാനില്ല. പക്ഷേ അതിന് ടെൻഷനില്ല, അതിന് ഉത്കണ്ഠയില്ല. എന്താ ഉത്കണ്ഠയില്ലാത്തത്? നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുമെന്ന് അതിന് ബോധ്യമുണ്ട്. അതാ കർത്താവ് പറയുന്നത്. ആരാ പുലർത്തുന്നത്? നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുക. അവർക്കറിയാം, എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടെങ്കിൽ നാളത്തെ കാര്യം സൃഷ്ടാവ് കരുതി വച്ചിട്ടുണ്ട്. തിന്നും കുടിക്കുമെന്നവർക്ക് ഓർത്ത് വിചാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ അതിനെ നോക്കാനാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളെ ദൈവം പുലർത്തും. കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. സ്നേഹിത, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും കാക്കയ്ക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ആഹാരം വെച്ചിട്ടുണ്ടോ? ലോകത്തിൽ ആരെങ്കിലും കാക്കയ്ക്ക് വേണ്ടി ആഹാരം കരുതി വച്ചിട്ടുണ്ടോ? എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ 147 സങ്കീർത്തനത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 147 സങ്കീർത്തനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യം, ദൈവം ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, ദൈവം പർവ്വതങ്ങൾ പുല്ലുമുളപ്പിക്കുന്നു, ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ഒരാഹാരമല്ല കൊടുക്കുന്നു. കുറേ വൈക്കോലിട്ടിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് വേണ്ടി ആഹാരം ദൈവം കൊടുക്കും, കാക്കക്കുഞ്ഞിന് വേണ്ടി ആഹാരം കൊടുക്കും, അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ സഹോദര, നിൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെ ദൈവം കരുതി വച്ചിരിക്കുക. പിതാവേ, നിൻ്റെ വിഷയത്തിന് വേണ്ടി മാത്രം കരുതി വച്ചിരിക്കുക. താങ്കൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുക. അതതിൻ്റെ ആഹാരം. നിൻ്റെ ഓരോ വിഷയത്തിന് എന്തെങ്കിലും ഒരു മറുപടിയല്ല, ഒറ്റ മറുപടിയല്ല, ഓരോ വിഷയത്തിനും അതത് മറുപടി കരുതി വച്ചിരിക്കുന്ന ദൈവമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയേ. ദൈവം ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, ദൈവം പർവ്വതങ്ങൾ പുല്ലുമുളപ്പിക്കുന്നു. മനുഷ്യനുണ്ടായ കാലം മുതൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള പറമ്പുകളിൽ നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യാൻ വേണ്ടി പുല്ല് ചെത്തി മാറ്റാറുണ്ട്. കൃഷിക്കാർ പുല്ല് ചെത്തി മാറ്റാറുണ്ട്. ആരും വിതച്ചില്ല പുല്ലിനെ, ആരും വളമിട്ടില്ല, നമ്മൾ വെട്ടിക്കളയുകയാണ്, ചെത്തിക്കളയുകയാണ്. പക്ഷേ വീണ്ടും വീണ്ടും പുല്ല് മുളച്ച് വരിക. എന്തുകൊണ്ടാണ് പുല്ല് മുളച്ച് വരുന്നത്? മൃഗങ്ങൾ ഈ ഭൂമിയിലുള്ള കാലഘട്ടത്തോളം നിങ്ങൾ ഏത് മിഷൻ ഉപയോഗിച്ചാലും എത്ര ശക്തമായി പ്രവർത്തിച്ചാലും ഈ പുല്ല് നിശേഷം നശിപ്പിക്കാൻ കഴിയുകയില്ല. മൃഗങ്ങൾക്ക് വേണ്ടി ദൈവം ഇങ്ങനെ കരുതുന്നെങ്കിൽ സഹോദര, താങ്കൾക്കെതിരെ താങ്കളുടെ നന്മകളെ നശിപ്പിക്കുവാൻ ലോകത്തിലെ മുഴുവൻ പിശാചും ഒന്നിച്ചുകൂടിയാലും നശിപ്പിക്കാൻ കഴിയുകയില്ല. മൃഗങ്ങൾക്ക് വേണ്ടി ആകാശത്ത് മേഘം കൊണ്ടുവരുമെങ്കിൽ, മൃഗങ്ങൾക്ക് വേണ്ടി മഴ പെയ്യ്ക്കുമെങ്കിൽ, മൃഗങ്ങൾക്ക് വേണ്ടി പുല്ലുളപ്പിക്കുമെങ്കിൽ, യേശുക്രിസ്തു രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി എത്രയധികം ദൈവം പ്രവർത്തിക്കും. അതാ ദൈവം കർത്താവ് പറഞ്ഞത്, ആകാശത്തിലെ പറവയെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നില്ല, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, കർത്താവ് പറഞ്ഞതാ, അതിനേക്കാൾ വലിയൊരു ഗുരുവില്ല, അതിനേക്കാൾ വലിയൊരു പഠിപ്പീരില്ല. ഭൗതികമാണ് ആത്മീയമാണോ എന്നൊരു വിശദീകരണം ഇനി ആരും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു പറഞ്ഞതിന് മുകളിൽ ഒരു പ്രസംഗമില്ല. യേശുക്രിസ്തു പറഞ്ഞത് അതുപോലെ നമ്മൾ വിശ്വസിക്കണം. എന്തുടുക്കുമെന്നോർത്ത് നീ വിചാരപ്പെടുന്നത് അത് ഭൗതിക കാര്യമാണ്. എൻ്റെ ഭൗതിക വിഷയത്തിൻ്റെ മുമ്പിൽ വിചാരപ്പെടുന്നതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കർത്താവ് പറയുകയാണ്, ഭൗതിക വിഷയത്തിന് മുമ്പിൽ നീ വിചാരപ്പെടുമ്പോൾ 6-ാമത്തെ 28-ാമത്തെ ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അത് അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നോക്കിക്കേ, കർത്താവ് പറയുക, നിൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ വിചാരപ്പെടുന്നെങ്കിൽ നീ
വയലിലെ താമര നോക്കല്ല, ലില്ലി പുഷ്പത്തെ നോക്കാം. താമര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താമരപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താമര എവിടെയാണ് നിൽക്കുന്നത്? കറുത്ത ചെളിക്കകത്ത താമര വളരുന്നത്. കറുത്ത ചെളിക്കകത്ത് വളരുന്ന താമരയെ നോക്കി ഇതിനകത്തുനിന്നൊരു മനോഹര പുഷ്പമുണ്ടാകുമോ എന്ന് ഒരുപക്ഷെ ചോദിച്ചെന്നിരിക്കും. എന്നാൽ കറുത്ത ചെളിക്കകത്തുനിന്ന് മനോഹരമായ താമരെ, ആ പുഷ്പത്തെ ദൈവത്തിന് വിരിയിക്കുവാൻ കഴിയുമെങ്കിൽ നിന്നെ എത്രയധികം ദൈവം കരുതുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ പുസ്തകത്തിൽ ഏറ്റവും അധികം ചമഞ്ഞിരുന്നൊരു വ്യക്തി ശലോമോനാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, വിശുദ്ധ ബൈബിളുണ്ട്. നിൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് ആനക്കൊമ്പുള്ള ഐവറി പാലസസ്. കമ്പിനാഥനെ സന്തോഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് പാടിയ പാട്ടാണ്, കൊയർ പാടിയതാണ്. അത്ര വലിയ ഉന്നതമായ നിലവാരത്തിൽ ചമഞ്ഞു നടന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് യേശു പറയുകയാണ്, ശലോമോൻ പോലും അവനെ മുഴുവൻ മഹത്വത്തിലും ഇതിനൊന്നിനോട് ചമഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 30-ാം വാക്യം, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. നമ്മുടെ ചുറ്റുപാടും ഏതെല്ലാം വിധത്തിലുള്ള പുല്ല, ഏതെല്ലാം വിധത്തിലുള്ള പൂക്കളാണ്. വിവിധ നിറത്തിൽ, വിവിധ ഡിസൈനിൽ എത്രയോ പൂക്കൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മളാരും ശ്രദ്ധിക്കാറില്ല. വഴിയിൽ, പറമ്പിൽ എല്ലാം വിവിധ നിറകളിൽ. മുറ്റത്ത് നിൽക്കുന്ന പുല്ല് രാവിലെ വിളർന്നു വരും, വൈകുന്നേരം അരിഞ്ഞു വാടി വീഴും. നമ്മുടെ മാതാക്കളോ സഹോദരിമാരോ അത് തൂത്ത് കൂട്ടി, മുറ്റം വൃത്തിയാക്കാൻ വേണ്ടി തൂത്ത് കൂട്ടി തീയിട്ട് കത്തിച്ച് കളയും. നമ്മുടെ കർത്താവ് പറയുക, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസി നിന്നെ എത്രയധികം. ഇത് വിശ്വസിക്കണം. ഈ പുല്ലിനെ ദൈവത്തിന് ചമയിക്കുവാൻ കഴിയുമെങ്കിൽ സഹോദര, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ എത്ര ഉന്നതമായി പരിപാലിക്കാൻ ദൈവത്തിന് കഴിയും. ഇത് വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞിരിക്കുക, വിശ്വസിക്കേ, നടക്കും. നമ്മളെല്ലാം ദൈവത്തിന് സ്പെഷ്യലാണ്. എൻ്റെ രൂപത്തിൽ ഒരാൾ പോലും ഇതിനു മുമ്പോ ഈ തലമുറയിലോ ജീവിച്ചിരുന്നിട്ടില്ല. നിങ്ങളുടെ ഡിസൈനിൽ, നിങ്ങളുടെ രൂപത്തിൽ ഒരാൾ പോലും ഇന്നലെ വരെയോ ഇന്നോ ജീവിച്ചിരിപ്പില്ലെന്ന് ശാസ്ത്രം പറയുന്നു. നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിനു വേണ്ടിയും ദൈവം എത്ര ശ്രേഷ്ഠമായത് കരുതിയിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കർത്താവ് പറയുന്നത്? മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതോടുകൂടി ഇതെല്ലാം ഇങ്ങ് പുറകെ വരും. ഇത്രയും മനോഹരമായ വാഗ്ദത്തം തന്ന ഒരു ലീഡറും ലോകത്തിലില്ല. നിൻ്റെ ഭൗതിക കാര്യങ്ങൾ, നീ കുടിക്കുന്ന കാര്യങ്ങൾ, നീ ഉടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവം കരുതി വെക്കും. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വാക്കുകൾ നിർത്തട്ടെ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് കൊടുത്ത ആ മീൻകൂട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ 153 ഏറ്റവും വലിയ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പ്രതീക്ഷിച്ചത് കൊച്ചു വലയം കൊണ്ട്, വീശുവലയാണ്. മുകളിൽ നിൽക്കുന്ന കൊച്ചു ചെറിയ മീനെ കിട്ടുകയുള്ളൂ. ചെറിയ മീനാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തപ്പോൾ ചെറുതല്ല കൊടുത്തത്. ആ കടലിൽ ഏറ്റവും വലിയ 153 മീൻ കൊടുത്തെങ്കിൽ എന്നത് വിശ്വസിക്കുക. അതെ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. തുടർന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ശ്രീകൃഷ്ണൻ, ഞങ്ങളുടെ പ്രിയ പിതാവേ, തിരുവചനത്തിന് മുമ്പിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത് കേൾക്കുന്നത്? അത്ഭുതങ്ങളെ ചെയ്യണമേ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹങ്ങളെ അവകാശമാക്കുന്നു. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രവർത്തനം അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല.